അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. വനംവകുപ്പ് കേസെടുത്ത മുൻ ബിഷപ്പ് മാർ ജോർജ് പുന്നക്കോട്ടിലിന് പിന്തുണ പ്രഖ്യാപിച്ച് കേരള കോൺഗ്രസ് എം. നിയമപരമായി വനംവകുപ്പിന് കേസെടുക്കാൻ അധികാരമില്ലെന്ന് കേരള കോൺഗ്രസ് എം ഉന്നതാധികാര സമിതി അംഗം ജോണി നെല്ലൂർ. ആലുവ മൂന്നാർ രാജപാത തുറക്കണമെന്നാവശ്യപ്പെട്ട് നടത്തിയ ജനകീയ സമരത്തിൽ പങ്കെടുത്ത മുൻ ബിഷപ്പ് മാർ ജോർജ് പുന്നക്കോട്ടിലിനെതിരെ കേസെടുത്ത വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നടപടിയെ അപലപിച്ച് കേരള കോൺഗ്രസ് എം ഉന്നതാധികാര സമിതി അംഗം ജോണി നെല്ലൂർ, നേതാക്കളായ തോമസ് പാറയ്ക്കൻ, സിജോ ജോൺ എന്നിവർ മാർ ജോർജ് പുന്നക്കോട്ടിലിന് പിന്തുണ അറിയിച്ചു. മൂവാറ്റുപുഴ നെസ്റ്റ് പാസ്റ്ററൽ സെന്ററിലെത്തിയാണ് കേരള കോൺഗ്രസ് എം നേതാക്കൾ ബിഷപ്പിന് പിന്തുണ അറിയിച്ചത്. വനംവകുപ്പിന് കേസെടുക്കാൻ നിയമപരമായി അധികാരമില്ലെന്നും ഇതുപോലുള്ള കള്ളക്കേസുകളിൽ കുടുക്കി ജനമുന്നേറ്റം തടയാൻ ശ്രമിച്ചാൽ നടപ്പാവില്ലെന്നും ജോണി നെല്ലൂർ പറഞ്ഞു. രാജപാത ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വലിയ ഒരു ജനപ്രതിഷേധം ഉയരുകയും ബഹുമാനപ്പെട്ട എംപിമാർ, MLAമാർ, രാഷ്ട്രീയ നേതാക്കന്മാർ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ അടക്കമുള്ള നേതാക്കൾ ഇവരെല്ലാം ചേർന്ന് ഒരു വലിയ പ്രക്ഷോഭയാത്ര നടത്തിയപ്പോൾ ആ ജാഥയോടൊപ്പം ഈ ജനകീയ ആവശ്യത്തിൻ്റെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അഭിവന്ദനായ കോതമംഗലത്തെ മുൻ ബിഷപ്പ് മാർ ജോർജ് പുന്നക്കോട്ടിൽ പിതാവ് അവരോടൊപ്പം ചേർന്നുകൊണ്ട് ഏതാണ്ട് 1 കിലോമീറ്റർ ദൂരം നടക്കുകയും അവരുടെ ഈ നീക്കത്തിന് പരിപൂർണ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. പിതാവ് ഏതാണ്ട് 19 കൊല്ലം ആ രാജപാതയിലൂടെ അന്ന് കോതമംഗലം രൂപതയുടെ ഭാഗമായിരുന്ന ഇടുക്കി ജില്ലയുടെ ഇപ്പോഴത്തെ ഭാഗമായ മൂന്നാർ ഉൾപ്പെടെയുള്ള പ്രദേശത്തേക്ക് സ്ഥിരമായി യാത്ര ചെയ്യുന്ന ഒരാളായിരുന്നു. അതുപോലെ ജനങ്ങൾക്ക് വളരെ പ്രയോജനപ്രദമായ രാജപാത വീണ്ടും തുറന്നു കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ജനങ്ങളുടെ ആവശ്യത്തോടൊപ്പം നിന്നതിൻ്റെ പേരിൽ അഭിവന്ദ പിതാവിൻ്റെ പേരിലും അതോടൊപ്പം തന്നെ MP ഡീൻ കുര്യാക്കോസ്, MLA ആൻ്റണി ജോൺ, മറ്റ് ജനനേതാക്കൾ എന്നിവരുടെ പേരിലും കേസെടുത്തിരിക്കുന്നതായി മാധ്യമങ്ങളിലൂടെ കാണുകയുണ്ടായി. അത് സത്യത്തിൽ ഒരിക്കലും നീതീകരിക്കാവുന്നൊരു കാര്യമല്ല. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ അവർക്ക് അധികാരമില്ലാത്ത ഒരു നടപടിയിലേക്കാണ് ഇപ്പോൾ നീങ്ങിയിരിക്കുന്നത്. ഞാൻ ഇന്ന് അഭിവന്യ പിതാവിനെ കണ്ട് പരിപൂർണ പിന്തുണ അറിയിക്കുകയുണ്ടായി. കേരള കോൺഗ്രസ് എം പാർട്ടിയുടെ പിന്തുണ പാർട്ടി ചെയർമാൻ ശ്രീ ജോസ് കെ മാണിയും പിതാവിനെ നേരിട്ട് അറിയിക്കുകയുണ്ടായി. ഞാൻ പിതാവിനോട് പറഞ്ഞു, ഒരു കാരണവശാലും ഇങ്ങനൊരു കേസുമായി മുന്നോട്ട് പോകുവാൻ കേരള കോൺഗ്രസ് പാർട്ടി കൂട്ടുനിൽക്കുകയില്ല. ഈ കേസ് അടിയന്തരമായി പിൻവലിക്കണമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടും എന്ന് പറയുകയുണ്ടായി. മാത്രമല്ല, ന്യായമായ ആവശ്യം എന്നുള്ള നിലയിൽ രാജപാത തുറന്നു കിട്ടുവാൻ വേണ്ടിയുള്ള എല്ലാ നീക്കങ്ങൾക്കും ഞങ്ങളുടെയൊക്കെ പിന്തുണ ഉണ്ടാകുമെന്നും അഭിവന്ദ പിതാവിനോട് ഇന്ന് നേരിൽ കണ്ട് അറിയിക്കുകയുണ്ടായി. കേരള കോൺഗ്രസ് എം പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി ഫോണിൽ ബിഷപ്പുമായി സംസാരിച്ച് പിന്തുണ അറിയിച്ചിരുന്നു. വിഷയം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുറ്റതാക്കാൻ NAC അക്രഡിറ്റേഷനിൽ 3.73 എന്ന ഉയർന്ന ഗ്രേഡ് പോയിന്റോട് കൂടി A++ കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ 2025-26 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.